ഈ ഉള്ളിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് എല്ലാവർക്കും കണ്ണു നിറയും. എന്നാൽ ഈ വീഡിയോ നിങ്ങളെ കണ്ണും മനസ്സും നിറക്കും. അതുകൊണ്ട് ഷെയർ ചെയ്ത് കണ്ടോളി. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കില്ലേ. പറഞ്ഞു വരുന്നത് ഒരു ബിരിയാണി ചാലഞ്ചിനെ കുറിച്ചാണ്. നാട്ടാർക്കും വണ്ടിയല്ല, ആസാമെന്ന് കൂകി വിളിച്ച് പാഞ്ഞെത്തിയ തീവണ്ടിയിൽ സ്നേഹിച്ചാ നക്കിക്കൊല്ലണേ, വഞ്ചിച്ചാ നെക്കിക്കൊല്ലണേ. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെ എടവണ്ണപ്പാറ റൂട്ടിലെ പുളിക്കൽ പഞ്ചായത്തിലെ തോണിക്കല്ലുപാറയിലെത്തി അസം സ്വദേശിയായ ഒരു തൊഴിലാളി. ഓന്റെ പേരാണ് ഷാജഹാൻ അലി. ഈ നാട്ടാരിടയിൽ 8 കൊല്ലത്തോളായിട്ട് എല്ലാ പണിയും ചെയ്ത് ജീവിച്ച ആ ചെറുപ്പക്കാരൻ തെങ്ങുമ്മ കയറുന്നതിൻ്റെ ഇടക്ക് ഷോക്കടിച്ച് വീണ് നട്ടലിന് പഴയ കൊലത്തിൽ നീച്ചു നിൽക്കാൻ പോലും കഴിയാത്ത കൊലത്തിൽ പരിക്ക് പറ്റി. 1 കൊല്ലത്തോളം ഈ നാട്ടുകാർ മുഴുവൻ ചെലവ് കൊടുത്ത് ചികിത്സിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവസാനമായിട്ട് ഷാജഹാൻ അലി എന്ന ആ ചെറുപ്പക്കാരൻ തോണിക്കല്ലാറയിലെ മനുഷ്യന്മാരോട് ഒരാഗ്രഹം പറഞ്ഞു. പ്രായമായ എൻ്റെ ഉമ്മാക്കും കുട്ടിയക്കും പെണ്ണുങ്ങൾക്കും കയറി കിടക്കാൻ ഒരു കൂര ആസാമിൽ ഉണ്ടാക്കണമെന്ന്. പറഞ്ഞത് ഏത് ആസാമിയാണെങ്കിലും ഓനും ഒരു മനുഷ്യജീവനാണ്. അതും പറഞ്ഞതോ മെസ്സിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അതുവരെ ചെയ്യണം മലപ്പുറത്തെ കുട്ടികളോട്. നാടും നാട്ടാരും നാട്ടിലും തൊട്ടടുത്ത നാട്ടിലെയും ക്ലബ്ബുകളും ഒത്തൊരുമിച്ച് ബിരിയാണി ചലഞ്ചാണ് നടത്താൻ തീരുമാനിച്ചു. ഈ ഉള്ളി അറിയണ മനുഷ്യന്മാരെ കണ്ണൊന്നും കണ്ണീര് വരൂല. ഈ ജെയ്സിട്ട് നടക്കുന്ന വെപ്പാരൊന്നും കൂലിക്കല്ല, ഒരു മനുഷ്യന്റെ കൂരക്കും വേണ്ടിയാണ്. പച്ചമുളക് അരിയുമ്പോഴും മൂപ്പരാക്ക എന്നോട് പറഞ്ഞത് നേരം പൊളിക്കുമ്പോൾ നേരത്തിന് ഓരോ കയ്യക്കും എത്താനുള്ള സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് എത്രയും പെട്ടെന്നാകണം, ഒരു മനുഷ്യന്റെ ആഗ്രഹത്തിനും വേണ്ടിയല്ലേ എന്ന്. ഒരാൾ മാറി നിൽക്കാത്ത ജാതി മത ഭേദമന്യേ നാനാജാതി മതസ്ഥരും ഒരുമിച്ച് കൊണ്ടാടണേ ഒരു ബിരിയാണി ചലഞ്ച്. ചെമ്പ് ചേരട്ടിയും ചേരിയും അടിയിലിട്ട് കത്തിച്ചാൻ പാകത്തിൽ വരി വരിക്ക് നിരത്തി വെച്ചിണ്. അരിച്ചാക്കത വരി വരിയായി അട്ടിക്കട്ടിക്കുണ്ട്. ഓരോരുത്തർ കൊടുത്ത പച്ചക്കറികൾ, ഓരോരുത്തർ കൊടുത്ത അരികൾ, അങ്ങനെ എല്ലാം സ്പോൺസർഷിപ്പിൽ. ഇതൊക്കെ എത്ര പ്രവാസികളെ സഹായം ഉണ്ടെന്നറിയോ. നാട്ടിലുള്ള സുമനസുകളുടെ സഹായങ്ങളുണ്ട്. അതൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ബിരിയാണി ചലഞ്ചുകളുടെ വിജയം. പച്ചക്കുപ്പായിട്ട ഈ ഷറഫ് അലി നമ്മളെ നാട്ടുകാരനാണ്. അതോടൊപ്പം നമ്മളെ ഏരിയയിലൊരു പാചകരാജാവും കൂടിയാണ്. ഇവിടെ ദാ നോക്കി, മല്ലിച്ചപ്പ് അരിഞ്ഞ് ഓനാലാവുന്നത് ഓൻ ചെയ്ത് സഹായിക്കുകയാണ്. തക്കാളിക്ക് വരവരടണവരുണ്ട്, ക്യാരറ്റ് നുറുക്കണവരുണ്ട്. ഉറക്കമില്ലാത്ത ഈ രാത്രി കഴിഞ്ഞ് നേരം പൊത്തിട്ടും ആളെ എണ്ണം കൂടുതലാതെ കുറയണില്ല. ചോറ് വിളമ്പാൻ ഒരു കൂട്ടര്, ഇറച്ചി വിളമ്പാൻ വേറൊരു കൂട്ടര്, പാത്രം എടുത്തു കൊടുക്കാൻ വേറൊരു കൂട്ടര്, പ്രായം തളർത്താത്ത ഈ വല്യാപ്പാനെ പോലത്തെ എത്ര ആൾക്കാർ. ചോറിങ്ങനെ ചെമ്പിന്റെ അടിയിൽ നിന്ന് കുത്തിങ്ങനെ മറിച്ചിടുമ്പം വരിക്ക് ദമ്മിട്ട് വെച്ച ചെമ്പിങ്ങനെ പൊട്ടിച്ചുമ്പോൾ ഇങ്ങോട്ട് നോക്കി, ഈ ഓഡിറ്റോറിയത്തിന്റെ അടുക്കളയിൽ ചെറുപ്പക്കാരും കാരണന്മാരും ആയ ആൾക്കാരെ ഒരു പട തന്നെ ഉണ്ട്. എല്ലാം മാസ്കും തൊപ്പിയൊക്കെ ഇട്ട് ഹൈജീനിക്കായ മനസ്സിൽ നന്മള്ളേ നല്ല തറവാട്ടിൽ പറഞ്ഞ മനുഷ്യന്മാർ. നീക്കി വെക്കണ ഓരോ കണ്ടെയ്നർ പെട്ടിക്കും എണ്ണം കണക്കാക്കി നേരത്തിന് ഓരോരുത്തർക്കും എത്തിച്ചാൽ ഒരുങ്ങി നിൽക്കണ ഒരു പറ്റം ചെറുപ്പക്കാർ. കാര്യത്തിൽ നോക്കണ കാരണന്മാർ. ഇങ്ങനെ കണ്ടതും കാണാത്തതും പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് മുഖങ്ങളും പേരുകളും. അന്യ സംസ്ഥാനത്ത് നിന്ന് ഒരു കുടുംബം പോറ്റാനും വേണ്ടി ഈ നാട്ടിൽ വന്ന് ഈ നാട്ടാരിടയിൽ ഒരാളെപ്പോലെ മാന്യമായി പെരുമാറി ജീവിച്ച് ആ ചെറുപ്പക്കാരൻ്റെ ആഗ്രഹം, ഒരു കൂര എന്ന സ്വപ്നം, അത് സാധിക്കട്ടെ. ഒപ്പം ആ സഹോദരന്റെ അസുഖം ഭേദമാകട്ടെ എന്നും ഈ ചലഞ്ചുമായി സഹകരിച്ച് ഈ നാട്ടിലെ ഇതുപോലത്തെ ചലഞ്ചുകൾ സംഘടിപ്പിക്കണ എല്ലാ നാട്ടിലും അതിന്റെ ഭാഗമാവണ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ മലപ്പുറത്തിനങ്ങോട്ട് കുറ്റം പറയുന്നവരോട്, മലപ്പുറം അത് കേട്ടറിവിനേക്കാൾ വലിയ സത്യമാണ്. അത് മലപ്പുറത്താർക്കും വേണ്ടി മാത്രമല്ല, ആസാമിൽ കിടക്കുന്ന ഷാജഹാൻ അലിക്കും വേണ്ടിയാണ് ഈ ബിരിയാണി ചലഞ്ച് നടക്കുന്നത്. കേട്ടറിവിനേക്കാൾ ഇവിടെ വന്നറിയണം, ഇവിടെ വന്നു പോയവരോട് ചോദിച്ചറിയണം. ഈ മലപ്പുറത്തിന്റെ മഹിമ ആസാമിലെ ആ നാട്ടിലും ഷാജഹാൻ അലിയും ഓന്റെ കുടുംബവും പാടി പറയട്ടെ. ഓരന്തി ഉറങ്ങട്ടെ ഈ മലപ്പുറത്തിന്റെ ബിരിയാണി ചലഞ്ചിന്റെ മഹിമ കൊണ്ടുണ്ടാക്കിയ കൂരയിൽ എന്ന് പറഞ്ഞ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വീഡിയോ ഷെയർ ചെയ്യണം. കാരണം ഇതുപോലത്തെ വീഡിയോകളാണ് പല ആളുകൾക്കും കണ്ണുകടി ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് അത് മലപ്പുറത്താവുമ്പോൾ.